നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഇടപാടുകാർ റബ്ബറിലെ വിൽപ്പന തിരിച്ചുപിടിച്ചത് ഉൽപ്പന്ന വില 313 യെന്നിലേക്ക് ഉയർത്തി. കഴിഞ്ഞ ദിവസം റബ്ബർ 304 യെന്നിലേക്ക് ഇടിഞ്ഞ വേളയിൽ സൂചന നൽകിയതാണ് ഓപ്പറേറ്റർമാർ വാരമധ്യം വിൽപ്പനകൾ തിരിച്ചുപിടിക്കാൻ രംഗത്തിറങ്ങിയാൽ വില 313 യെന്നിലേക്ക് മെച്ചപ്പെടുമെന്ന കാര്യം. അതേസമയം ബാങ്കോക്കിൽ റബ്ബർ നേരിയ റേഞ്ചിൽ നീങ്ങി. കിൻഡലിന് 54 രൂപ കയറി 18,809 രൂപയിലാണ്. ഏഷ്യയിലെ ഇതര അവധി വ്യാപാര കേന്ദ്രങ്ങളിലും വിലയിൽ കാര്യമായ മാറ്റം ദൃശ്യമായില്ല. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ മൂലം പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർ ക്ലേശിച്ചു. വെട്ട് നടന്ന തോട്ടങ്ങളിൽ പാൽ ലഭ്യത ചുരുങ്ങി. ഉൽപാദന മേഖലയിലെ തളർച്ചയ്ക്ക് ഇടയിലും ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ ഷീറ്റ് കാര്യമായി സംഭരിക്കാൻ ഉത്സാഹിച്ചത് കൊച്ചിയിൽ 5ാം ഗ്രേഡ് റബ്ബറിനെ കിലോ 185 രൂപയിലേക്ക് ഉയർത്തി. 4ാം ഗ്രേഡ് 187 രൂപയിൽ വ്യാപാരം നടന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.